നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ ഗോപു, 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 ഗോപികേ, ഗോപു. അഞ്ജനെ, ശയന പ്രദക്ഷിണം പാതി വഴിയിൽ വെച്ച് നിർത്തിയാല് എങ്ങനെ ശരിയാവുന്നത് മോളെ? എനിക്കിനി പറ്റില്ല, എനിക്ക് വയ്യ. മോളെ, നിനക്കത് സാധിക്കും. ഞാൻ ഈ ശയന പ്രദക്ഷിണം പൂർത്തിയാക്കുമെന്ന് മനസ്സുകൊണ്ട് വിചാരിക്കും. ഇല്ല, എനിക്കിനി ഒരടി പോലും ഉരുളാൻ വയ്യ. അയ്യോ, അവള് പറഞ്ഞു മനസ്സിലാക്കിയാന് എന്റെ ദേഹം ആകെ തളർന്നു പോയി. എനിക്കിനി വയ്യ, എന്റെ ദേഹമൊക്കെ കുഴയുവാ. എന്താ, എന്തു പറ്റി? ഇവൾക്ക് ശയന പ്രദക്ഷിണം പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല തിരുമേനി. ശരീരം തളർന്നു പോയിന്ന്. തീരെ സാധിക്കുന്നില്ലേ? ഇല്ല തിരുമേനി, പറ്റുന്നില്ല. സാരമില്ല. ഈ കുട്ടിക്ക് ശാരീരിക സുഖമില്ല അച്ഛാ. പകരം രക്തബന്ധത്തിൽപ്പെട്ട മറ്റാരെങ്കിലും ഈ നേർച്ച പൂർത്തിയാക്കിയാലും മതിയാവും. അങ്ങനെ ഒരു പരിഹാരം ഉണ്ടോ തിരുമേനി? ഉണ്ട്. അയ്യോ, എനിക്ക് പറ്റൂല. എനിക്ക് നടുവിന് ഭയങ്കര വേദനയാ. തിരുമേനി, എന്നാ അഞ്ജലിക്ക് പകരം ഞാൻ ശയന പ്രദക്ഷിണം ചെയ്തോളാം. മതി മതി. അമ്മ, ഞാനൊന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചേ. ഇവിടെയൊക്കെ വേദനിക്കോ? ഇവിടെ അമ്മ കൈ നോക്കിയേ. വാ വന്നേ, വാ. ഒന്ന് പഠിച്ചു കൊടുക്ക. എനിക്ക് വയ്യ, എനിക്ക് വയ്യമ്മേ. ദേവി, ഗോപികയുടെ സങ്കടം മാറ്റിക്കൊടുക്കണേ. അവൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കണേ. അതുപോലെ കുട്ടന്റെ അസുഖവും മാറ്റിക്കൊടുക്കണേ. അമ്മേ ഭഗവതി, കാത്തുരക്ഷിക്കണേ. മോളെ, എണീക്ക്. സൂക്ഷിച്ച്. മാഡം, ശയന പ്രദക്ഷിണ നേർച്ചയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഞാനത് അഞ്ജിതയ്ക്കും ഋഷിക്കും വേണ്ടിയിട്ട് ചെയ്ത നേർച്ചയാ മാഡം. ഓ ഗ്രേറ്റ്. വലിയ മനസ്സാണല്ലോ ദേവികയ്ക്ക്. ശയനപ്രതിഷ്ഠ നടത്തിയത് ഏതായാലും നന്നായി. അതെ അതെ, ദേവിക ശയന പ്രദക്ഷിണം നടത്തിയതിന്റെ പുണ്യം ഋഷിക്കും അഞ്ജിതയ്ക്കും കിട്ടുമല്ലോ. ആദ്യം അഞ്ജിതയാ ശയനപ്രദക്ഷിണം നടത്തിയത്. പക്ഷേ പാതിക്ക് വെച്ച് ഇവളങ്ങ് വല്ലാണ്ട് തളർന്നുപോയി. ഓ, സാരമില്ല, അഞ്ജിതയ്ക്ക് പകരം ദേവിക ശയന പ്രദർശനം നടത്തിയല്ലോ.
അത് മതി. ഉം. ഗോപികേ, ഗോപികേ. ശ്ശോ, ഇവളിതെവിടെ പോയി? അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. ഗോപു, ഗോപു, ഗോപു. ഗോപു, മോളെ ഗോപു, ഗോപു, ഗോപു. ഗോപു, ഗോപു, ഗോപികേ, ഗോപു. ശ്ശേ. ആ. ശ്ശോ. ഫോണിന് കിട്ടുന്നില്ലല്ലോ. ദിവസങ്ങൾ ദാന്നും പറഞ്ഞ് കണ്ണടച്ച് തുറക്കും മുമ്പ് പോയി കിട്ടും. ഒരു വിവാഹം എന്ന് വെച്ചാൽ നിസ്സാര കാര്യമാണോ? എന്തൊക്കെ ഒരുക്കങ്ങൾ നടത്താനുണ്ട്, അതും പ്രത്യേകിച്ച് പെണ്ണ് വീട്ടുകാര്. മുത്തശ്ശ, ഗോപിക എവിടെയെങ്കിലും കാണുന്നില്ല. ആ അവളെവിടെ പോയി? എനിക്കറിയില്ല. അവളെ വിളിച്ചിട്ടാണ് കിട്ടുന്നില്ല, ഫോൺ എടുക്കുന്നില്ല. അതിന് നീ എന്തിനാ പരിഭ്രമിക്കുന്നെ? എനിക്ക് പേടിയുണ്ട്. അവള് വല്ലാത്ത മാനസികാവസ്ഥയിലാണെന്ന് അറിയാലോ. ആ മോള് പേടിക്കൊന്നും വേണ്ട. അവള് പുറത്തെവിടെയെങ്കിലും പോയി തിരക്കിൽപ്പെട്ടിട്ടുണ്ടാകും. അതാ നീ ഫോൺ വിളിച്ചിട്ട് അവൾ അറിയാത്തത്. ആ നീ കുറച്ച് വെയിറ്റ് ചെയ്യ്, അവള് തിരിച്ചു വിളിക്കും. ശ്ശേ. ആ നീ ആവശ്യമില്ലാതെ കാട് കയറി ചിന്തിക്കാതിരിക്കും മോളെ. അത് തന്നെ, നീ ഒന്ന് സമാധാനിക്ക്, അവള് വരും. ഞാൻ പറഞ്ഞു വന്നതേ, കല്യാണത്തിന് ഇനി ഒരാഴ്ച മാത്രമേ ഉള്ളൂ. അതിനുള്ളില് കല്യാണ സാരി ഉൾപ്പെടെ സകല തുണിത്തരങ്ങളും വാങ്ങണം. സ്വർണം വാങ്ങണം, ക്ഷണക്ക് തച്ചടിക്കണം, ഹാള് ബുക്ക് ചെയ്യണം, സദ്യക്ക് ഏൽപ്പിക്കണം. ഹുഫ്, അങ്ങനെ 100 കാര്യങ്ങളാ. ആ ആലോചിച്ചിട്ടാണെങ്കിൽ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ആന്റി ഒന്ന് ടെൻഷൻ ആവാതിരിക്കെ. അതെല്ലാം നമുക്ക് ഒത്തുപിടിച്ച് വേണ്ടതുപോലെ ചെയ്യാം. പറഞ്ഞാ പോരാ, ഇന്നെങ്കിൽ ഇന്ന് അതിനൊരു തുടക്കമെങ്കിലും ഇടണ്ടേ? ഗോപിക എവിടെയാ പോയത്? അവളിനി വല്ല കടുങ്കയും ചെയ്തു കാണോ? ആദ്യം കല്യാണപ്പെട്ടും തുണികളും വാങ്ങി വിഷമിക്കാതെ തിരുനെൽവേലിയിൽ പോയി പട്ടുസാരികൾ എടുത്താലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. തിരുനെൽവേലിയിലോ? ആ അതെ. മഞ്ജുടത്തെ, അനീഷേട്ടനൊന്ന് വിളിച്ചു പറയൂ ഗോപികന്ന് അന്വേഷിക്കാൻ. ആ ദേ അവള് വന്നല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.